നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കാം. നമ്മളിന്ന് സാമ്പാർ ഉണ്ടാക്കുന്ന കുക്കറിലാണ്. അപ്പോൾ കുക്കറിലേക്ക് 1 കപ്പ് കഴുകിയ പരിപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് അതേ കപ്പിൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഞാൻ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് 2 ക്യാരറ്റ്, 1 കഷ്ണം വെള്ളരി, 2 ഉരുളക്കിഴങ്ങ്, 2 തക്കാളി, 2 പച്ചമുളക്, 12 ചെറിയ ഉള്ളി, 4 വെണ്ടക്ക, ഒരു ചെറിയ മത്തൻ്റെ കഷ്ണം, ഒരു 5 കോയക്ക എന്നിവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി നിങ്ങൾക്ക് എടുക്കാം. നേരത്തെ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ഈ പച്ചക്കറികളെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. മുരിങ്ങക്കോലും വെണ്ടയ്ക്കും ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിപ്പോഴേ ചേർത്ത് കൊടുത്താൽ നല്ലോണം വെന്ത് പോവും. അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാൻ വെക്കാം. ഒരു വിസിലടിച്ചാൽ മതി. ഒരു വിസിലിൽ തന്നെ പച്ചക്കറിയെല്ലാം നമുക്ക് വെന്ത് കിട്ടും. സാമ്പാറിന് വേണ്ട അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് അരമുറി തേങ്ങ, 4 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില എന്നിവ എടുത്തിട്ട് ഒരു ഫ്രൈങ് പാനിലിട്ട് നന്നായി ചൂടാക്കുക. കുറച്ച് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ജീരകം എന്നിവയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. തേങ്ങ നന്നായി ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തതിന് ശേഷം ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ സാമ്പാർ പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. തേങ്ങ നന്നായി തണിഞ്ഞതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. ഇത് നേരത്തെ വേവിച്ച് വെച്ച കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നേരത്തെ മാറ്റി വെച്ച മുരിങ്ങാക്കോലും വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. ആ കുതിർത്ത് വെച്ച പുളി നന്നായി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെണ്ടയ്ക്കയും മുരിങ്ങക്കോലും നന്നായി വെന്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് വറുത്തിടുന്നതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് മൂത്ത് വന്നതിന് ശേഷം ഇത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുക. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡിയായി.